2017 ഡൊമിനിക് അരുൺ എന്ന ഡയറക്ടർ തരംഗം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് തൻ്റെ ചുവടുവെപ്പ് നടത്തുകയാണ് ആസ് എ ഡയറക്ടർ. പക്ഷേ തരംഗം അത്ര വലിയൊരു തരംഗമായിട്ട് മാറിയില്ല, അത് പ്രേക്ഷകർക്കിടയിൽ വലിയൊരു വിജയവുമായില്ല. അന്ന് ഒരു ഡയറക്ടറായിട്ട് മുങ്ങിയ ഡൊമിനിക് അരുൺ പിന്നീട് തിരിച്ചു വരുന്നത് ഇന്ന് ഓഗസ്റ്റ് 28, 2025 പക്ഷെ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അദ്ദേഹം അണിയറയിൽ സെറ്റാക്കിക്കൊണ്ടിരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഐറ്റമായിരുന്നു. ഒരൊറ്റ സിനിമ എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് കടന്ന് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്, ഒരു ഒന്നൊന്നര സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിരുന്നു അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്ന് ഇന്നിറങ്ങിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഒരു ഒന്നൊന്നര വിഷനാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. ഒരു ഡയറക്ടറിന് എടുത്തു വെക്കുവാൻ സാധിക്കുന്ന ചില അസാധ്യ സംഗതികളുണ്ട്. അത് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. സീറോ ഹൈപ്പായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങുന്നിടം വരെ ഇങ്ങനൊരു സിനിമയുണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇതിൻ്റെ പോസ്റ്റർ വന്ന സമയത്ത് പോലും ഓക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടി വെക്കുന്ന ഒരു പടമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ വന്ന സമയത്തൊരു ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല, എന്തോ പെരുസാ പണ്ണപ്പോറെ എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടപ്പോഴത്തേനും മനസ്സിലായി, മക്കളെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ചെറിയൊരു ത്രെഡാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്. കുറച്ച് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടൻ കടലിനകത്ത് ചെറിയൊരു മീനാണ് ഈ ഒരു സിനിമ. ഇനി ഇതിനകത്ത് സ്രാവുകളും തിമിംഗലങ്ങളും അങ്ങനെ തുടങ്ങിയ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കിടപ്പുണ്ട്. പക്ഷേ അതിനൊരു ചെറിയ രീതിക്ക് അവർ തുടങ്ങി വെച്ചിരിക്കുന്നു. ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് ഈ ഒരു സിനിമയിലൂടെ അവരൊരു ഇൻട്രൊഡക്ഷൻ നൽകിയിരിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ കളർ ഗ്രേഡിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രഫി, അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസസ്, ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസുകൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, അതായത് ടെക്നിക്കലി ഭയങ്കര പീക്കായിട്ട് VFX അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നൈസായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഓവറായിട്ട് VFX കുത്തിക്കയറ്റി ചളവാക്കുന്നില്ല. ഇവർ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം പ്രോപ്പറായിട്ട്, അതായത് നൈസായിട്ട് VFX കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി VFX ഒന്നും ആവശ്യമില്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോയി ഇതിനെയൊക്കെ ഷൂട്ട് ചെയ്ത് പ്രോപ്പറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് കണ്ടമാനം VFX കയറ്റി കുളമൊന്നും ആക്കിയിട്ടില്ല. പണി അറിയാവുന്നതിൻ്റെ കയ്യിലാണ് ഈ സംഭവം ഉള്ളതെന്ന് നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായ ദുൽഖർ സൽമാൻ്റെ ആ ഒരു കോൺഫിഡൻസ്, കാരണം ഇങ്ങനൊരു കൺസെപ്റ്റാണ്, ഇങ്ങനൊരു സംഭവമാണ്, വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തുടക്കമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സോ അദ്ദേഹത്തിനൊരു ഹാറ്റ്സ് ഓഫ്. ഈ ഒരു സിനിമ എടുത്ത ഡൊമിനിക് അരുൺ ഹാറ്റ്സ് ഓഫ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള, അതായത് എവരി കാസ്റ്റ് ആൻഡ് ക്രൂ അവർ ഒരുപാട് ഡിസർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രീതിക്കാണ് ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. സിനിമയുടെ ഒരു പ്ലോട്ടിലേക്ക് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണിയുടെ ക്യാരക്ടർ എന്തൊക്കെയോ കുറച്ച് സൂപ്പർ പവേഴ്സ് ഉള്ള ഒരാളാണ്. ആളിപ്പം കർണാടകയിൽ ഒരു ചെറിയ ടൗണിലേക്ക് വന്ന് താമസിക്കുകയാണ്. ആൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ നസ്ലിയും താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു, പിന്നെ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അതൊരു ചെറിയ സംഭവം മാത്രമാണ്. പിന്നെ അങ്ങോട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തും ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ എടുത്ത് പറയേണ്ടത് കല്യാണി വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു റോളിനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനെ വേറെ ഒരാളുമായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കല്യാണി ആ ഒരു ക്യാരക്ടറിനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനിമയുടെ പോസ്റ്റർ വന്ന സമയത്ത്, സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് ഞാൻ ആദ്യം കരുതിയത് കല്യാണിയെ കൊണ്ട് കൂടത്തില്ല എന്നാണ്. പിന്നെ ആളുടെ കുറച്ച് ആക്ഷൻ സീക്വൻസസിൻ്റെയൊക്കെ എന്തൊക്കെയോ കുറച്ച് വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അപ്പോൾ എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ട സമയത്താണ് ഓക്കെ കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായത്. ഞാൻ കല്യാണി ആസ് എ ആക്ടർ വളരെ ഗംഭീരമായിട്ടാണ് ആ ഒരു ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിന് സോൾ കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ആക്ഷൻ സീക്വൻസസ് കൊണ്ടാണെങ്കിലും നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ ഒരു 100% ലൈഫ് കാണാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും, നമ്മുടെ സാൻഡി ഒരു രക്ഷയില്ല. അങ്ങനെ ലിയോയിൽ കണ്ട സമയത്ത് തന്നെ ഉള്ളിലൊരു ഒന്നൊന്നര വില്ലൻ ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 100% എഫക്റ്റീവ്നെസ് ഈ ഒരു സിനിമയ്ക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് സർപ്രൈസസ് ഉണ്ട് മക്കളെ. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ലെവൽ ഒരുപാട് സർപ്രൈസസ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. സോ ഇത് തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് ഒരു മാസീവ് ക്രൗഡിൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്ത് കാറിക്കൂവി കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പോയി കാണുക. അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, സിനിമയ്ക്കകത്ത് 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അതായത് സിനിമ തീർന്നു കഴിയുമ്പോഴത്തേനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരും. അത് കഴിഞ്ഞിട്ട് ഫുൾ ക്രെഡിറ്റ്സ്, അതായത് എല്ലാ സംഭവങ്ങളും എഴുതി കാണിച്ച് കഴിഞ്ഞിട്ട് ഒരു ക്രെഡിറ്റ് സീൻ വരുന്നുണ്ട്. 2 മിസ് ചെയ്യരുത്. അതായത് ഒരു മിഡ് ക്രെഡിറ്റും ഒരു പോസ്റ്റ് ക്രെഡിറ്റും ഉണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. അതുകൊണ്ട് ഇതുവരെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി കാണുക. ഒരു
ഒന്നൊന്നര ഐറ്റമാണ്. നമ്മുടെ കൊറിയ അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ ചില സൂപ്പർ ഹീറോ ആക്ഷൻ മൂവീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സിനിമകളിലൊക്കെ കാണാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ടോൺ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഗുണ്ടാലയൊക്കെ ഇല്ലേ, ആ ഒരു മോഡൽ ഐറ്റമാണ്. ഗുണ്ടാല ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര സൂപ്പർ ഹീറോ പടമാണ്, അതും കൂടെ ഒന്ന് കണ്ടേക്കുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മിസ് ചെയ്യരുത്. ഇതൊരു ആരംഭമാണ്. ഇനി അങ്ങോട്ട് നമുക്ക് കുറേ ഐറ്റംസ് കാണാൻ കിടപ്പുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഡൊമിനിക് അരുൺ എന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വിഷൻ ഒന്നൊന്നര ലെവലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു പടം. സോ ഡോണ്ട് മിസ് ദിസ്. മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക.